സംഗീതത്തിനോട് ഒരു ബന്ധവുമില്ലാതെ മ്യൂസിക് എന്ന കരിയർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു പെൺകുട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻഡം ഇന്നും കേൾക്കാൻ കൊതിക്കുന്ന സോങ് നിർമ്മിക്കുന്നതും 21ാം നൂറ്റാണ്ടിലെ മോഡേൺ R&Bയെ താങ്ങി നിർത്തിയ 2 ഐക്കോണിക് ആൽബങ്ങൾ റിലീസ് ചെയ്യുന്നതുവരെയുള്ള സെസയുടെ സ്റ്റോറി കേൾക്കേണ്ടത് തന്നെയാണ്. 1990 നവംബർ 8 മിസോരിയിലെ സെൻറ്റ് ലൂയിസിലായിരുന്നു സൊലാന ഇമാനി റോയുടെ ജനനം. സെസയുടെ അമ്മ ഒരു ക്രിസ്ത്യനും അച്ഛൻ മുസ്ലിമുമായിരുന്നതിനാൽ മതവിശ്വാസങ്ങളോട് ചേർന്നാണ് അവൾ വളർന്നു വന്നത്. സയൻസിലും ജിംനാസ്റ്റിക്സിലും ചിയർ ലീഡിങ്ങിലുമൊക്കെ കേന്ദ്രീകരിച്ച് വളർന്ന സെസയെ മ്യൂസിക് കേൾക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. കുട്ടിക്കാലത്ത് താൻ ആകെ കേട്ട സംഗീതം ലൂയിസ് ആംസ്ട്രോങ്, മൈൽസ് ഡേവിസ് തുടങ്ങിയവരുടെ ഇൻസ്ട്രുമെൻ്റൽസ് ആയിരുന്നുവെന്ന് സെസ പറയുന്നുണ്ട്. അവൾ ആദ്യമായി കേട്ട ഒരു പോപ്പ് സോങ് ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ചായിരുന്നുവെന്നും അതിനു മുന്നേ അതുപോലുള്ള സോങ് കേൾക്കുന്നതിൽ നിന്ന് അവളെ വിലക്കിയിരുന്നുവെന്നും സെസ പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ ജിംനാസ്റ്റിക് ക്യാമ്പിൽ നിന്നും ഒരു പൊട്ടിയ ഐപാഡ് കളഞ്ഞു കിട്ടിയതും അതുപയോഗിച്ച് ജെയ്സി, നാസ് തുടങ്ങിയ പോപ്പുലർ ആർട്ടിസ്റ്റിൻ്റെ മ്യൂസിക് കേൾക്കുകയും തുടർന്ന് സംഗീതത്തെ അവൾ കൂടുതൽ സ്നേഹിക്കാനും തുടങ്ങുന്നു. ഇൻ സ്കൂൾ സെസ ഒരിക്കലും ഒരു കൂൾ പോപ്പുലർ കിഡ് ആയിരുന്നില്ല, മറിച്ച് ഷി വാസ് എ വിയർഡോ. ആളുകൾ മുന്നേ കൽപ്പിച്ചു വെച്ച ഒരു ബോക്സിലും ഒതുങ്ങാൻ കുട്ടി സെസയ്ക്ക് കഴിഞ്ഞില്ല. ഷി ഫെൽറ്റ് അലോൺ. ആ അനുഭവങ്ങൾ തന്നെയാണ് പിന്നീട് അവൾ തൻ്റെ മ്യൂസിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സെസ തുടർന്ന് അവളുടെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയും മറൈൻ ബയോളജി പഠിക്കാൻ തുടങ്ങുകയും ഒരു മേജറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിയും കോളേജുകൾ മാറിയും ലൈഫിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയുമില്ലാതെ അവസാനം ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. ഷി ബിക്കേം ഫ്രീ. പക്ഷെ അപ്പോഴും മ്യൂസിക്കിന് അവളൊരു മാർഗമായി കണ്ടില്ല. അൺടിൽ ഇറ്റ് ബിക്കേം ദ ഓൺലി പ്ലാൻ. തുടർന്ന് 2012 പല അൺഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നും ബീറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് മ്യൂസിക് നിർമ്മിക്കാൻ ആരംഭിക്കുന്നു. നല്ല യുണീക്ക് വോക്കൽസും ലിറിക്സ് എഴുതാനുള്ള കഴിവുമുണ്ടായ സെസയുടെ ആദ്യകാല മ്യൂസിക്കുകൾ സൗണ്ട് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്തുവെങ്കിലും അതത്ര പോപ്പുലർ ആയിരുന്നില്ല. എന്നാൽ പിന്നീടത് കെൻഡ്രിക് ലമാർ എന്ന അപ്കമിംഗ് റാപ്പറിൻ്റെ മാനേജർ വഴി അയാളത് കേൾക്കുകയും സെസയിലെ കഴിവിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങനെ 2013 ടോപ്പ് ഡോഗ് എൻ്റർടൈൻമെൻറ്റ് എന്ന റെക്കോർഡിംഗ് കമ്പനിയുമായി സൈൻ ചെയ്ത സെസ തൻ്റെ ആദ്യത്തെ EP സി റിലീസ് ചെയ്യുന്നു. നിറയെ എക്സ്പെരിമെൻ്റൽ ട്രാക്സ് കാണാൻ പറ്റുന്ന ഈ EPയിലൂടെ സെസ അവളുടെ കരിയറിൻ്റെ അടിത്തറ പണിയുകയായിരുന്നു. തുടർന്ന് വർഷങ്ങളുടെ അധ്വാനത്തിന് ശേഷം 2017 സെസ തൻ്റെ ആദ്യത്തെ ആൽബം കൺട്രോൾ റിലീസ് ചെയ്യുന്നു. റിലീസിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഈ ആൽബം പതിയെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലെയും ആൽബം ചാർട്ടുകളെയും കീഴടക്കാനായി തുടങ്ങി. അങ്ങനെ അതൊരു കൾച്ചറൽ റീസെറ്റായി മാറി. സെസ അവരുടെ ഇൻസെക്യൂരിറ്റീസ്, സിറ്റുവേഷൻഷിപ്സ്, അസൂയ, ദേഷ്യം, ഡിപ്രഷൻ തുടങ്ങി ഒരുവൾ പുറമെ പറയാൻ മടിച്ച ഇത്തരം വിഷയങ്ങളിലായിരുന്നു കൺട്രോൾ എന്ന ആൽബം ഉടലെടുത്തത്. ബിൽബോർഡ് 200 ആൽബം ചാർട്ടുകളിൽ 378 ആഴ്ചകൾ പിന്നിട്ട കൺട്രോൾ നമ്പർ 3 വരെ എത്തുകയുണ്ടായി. ആദ്യത്തെ ആൽബത്തിൻ്റെ സക്സസിന് ശേഷം ഫാൻസ് സെസയുടെ അടുത്ത ആൽബത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ മുഴുകി. എന്നാൽ അതിന് 6 വർഷങ്ങൾ വേണ്ടിവന്നു. ഈ കാലയളവിൽ പല ആർട്ടിസ്റ്റുകളോടൊപ്പവും സെസ വർക്ക് ചെയ്യുകയും അതെല്ലാം ഗ്ലോബൽ സക്സസിലേക്ക് കുതിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടതാണ് കെൻഡ്രിക് ലമാറുമായി ചേർന്നുള്ള മാർവൽ സ്റ്റുഡിയോസിൻ്റെ ബ്ലാക്ക് പാന്തർ മൂവിയിലെ ടൈറ്റിൽ സോങ് ഓൾ ദ സ്റ്റാർസ് ഗെറ്റ് ക്ലോസറും ഡോജ കാറ്റിൻ്റെ കൂടെയുള്ള കിസ് മീ മോർ തുടങ്ങിയവ. തുടർന്ന് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 2022 സെസ തൻ്റെ രണ്ടാമത്തെ സ്റ്റുഡിയോ ആൽബം SOS റിലീസ് ചെയ്യുന്നു. തൻ്റെ വർഷങ്ങൾ നീണ്ട റിലേഷൻഷിപ്പും പിന്നീടുണ്ടായ ബ്രേക്കപ്പും സെസയിലുണ്ടാക്കിയ മാറ്റങ്ങളെ ഇമോഷണൽ, ആങ്കർ എന്നിവയുടെ കാട്ടിത്തന്ന ട്രാക്കുകളാണ് ഈ ആൽബത്തിൽ കാണാൻ കഴിയുക. കിൽ ബിൽ, ഗുഡ് ഡേയ്സ്, ജസ്റ്റിൻ ബീബറുമൊത്തുള്ള സ്നൂസ് തുടങ്ങിയവ സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു. ഡയാന രാജകുമാരിയുടെ പാപ്പരാസി ഫോട്ടോയുമായി സാദൃശ്യമുള്ള ഒരു ചിത്രമായിരുന്നു SOS ആൽബത്തിൻ്റെ കവർ. ചിത്രത്തിൽ ഒരു ബോട്ടിൻ്റെ തുഞ്ചത്ത് നീണ്ടുകിടക്കുന്ന സമുദ്രത്തിലേക്ക് ഒറ്റയ്ക്ക് നോക്കിയിരിക്കുന്ന ഡയാനയെ കാണാനാകും. പ്രശസ്തിയുടെ കൊടുമുടിയിലിരിക്കുമ്പോഴും മനസ്സിൻ്റെ ഉൾക്കോണുകളിൽ അവൾ ഒറ്റയ്ക്കാണ്.
ചിത്രത്തിൻ്റെ ഈയൊരു ചിന്താഗതി സെസയുമായി നന്നായി കണക്റ്റ് ചെയ്യുന്നതെന്നും അതുതന്നെയാണ് ഈ ആൽബത്തിലൂടെ താൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും സെസ പറയുന്നുണ്ട്. സെസയുടെ കഥ ഒരിക്കലും മ്യൂസിക്കിനെ കുറിച്ച് മാത്രമല്ല. ജീവിതത്തിൽ എങ്ങോട്ടെന്നറിയാതെ പകച്ചു നിന്ന ഒരു പ്രായത്തിൽ തന്നിലെ വിശ്വാസത്തെ കൈവിടാതെ അമേരിക്കൻ സംഗീതത്തിൻ്റെ ഭാവിയായി മാറിയ അവൾ 10,000-കണക്കിന് കൗമാരക്കാർക്ക് പ്രചോദനമാണ്. ആ സെസ പറയുന്നത് ഡോണ്ട് ട്രൈ ടു ഫിറ്റ് ഇൻ ആൻഡ് സ്റ്റാർട്ട് ബീയിങ് യുവർ സെൽഫ് എന്നാണ്.